ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റിയൽ നമ്പേഴ്സിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് 4 to 7 ആണ് കേട്ടോ. 1 to 3 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. 4 to 7 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഗിവൺ ദാറ്റ് HCF ഓഫ് 306 and 657 is equal to 9, find the LCM of 306 and 657. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 306ൻ്റെയും 657ൻ്റെയും എന്ത് തന്നിട്ടുണ്ട്? HCF തന്നിട്ടുണ്ട് അല്ലേ? സോ നമുക്കിവിടെ HCF തന്നിട്ടുണ്ട്. എത്രയാണ്? 9 ആണ്. അങ്ങനെയാണെങ്കിൽ LCM കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്കൊരു റിസൾട്ട് അറിയാം. എന്താണ്? HCF ഇൻറ്റു LCM എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. ഇവിടുത്തെ നമ്പേഴ്സ് 306ഉം 657ഉം. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് LCM അല്ലേ നമുക്ക് ചോദിച്ചേക്കുന്നത്? LCM ഇസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യാം? 306 ഇൻറ്റു 657 ഡിവൈഡഡ് ബൈ HCF, which is equal to 306 into 657 divided by, what is HCF? 9. Okay, ഇനി നമുക്ക് വെട്ടി ചെയ്യാം. ഇത് 1 9s are 9, 306 വെട്ടി ചെയ്യുമ്പോൾ 3 9s are 27, റിമൈൻഡർ 3 വരും. 3യും ഈ 6ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 36, 4 9s are 36. അപ്പോൾ 34 into 657 ചെയ്ത് നോക്കാം. അന്നേരം നമുക്ക് LCM കിട്ടും. 657 into 34. 7 4s are 28, 2 remainder, 5 into 4 20, 20 plus 2 22, again 2 balance under, 6 4s are 24, 24 plus 2 26, 7 3s are 21, 2 7 5 3s are 15, 15 plus 2 17, 1 remainder, 6 3s are 18, 18 plus 1 19, 38, 2 plus 1 3, 7 plus 6 13, plus 9 plus 9 plus 3 12 plus 2 3 കിട്ടി 22,338. 22,338. ഇതാണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു റിസൾട്ട് ഓർത്ത് വെക്കുക. LCM ഇൻറ്റു HCF ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ: ചെക്ക് വെദർ 6 raised to n can end with digit 0 for any natural number n. അപ്പോൾ നമുക്ക് 6 raised to n എടുക്കുവാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ n കൊടുക്കുമ്പോൾ 6 raised to n-ൻ്റെ വാല്യൂ ഞാനിപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എഴുതുവാണ് XYZ എന്നിരിക്കട്ടെ. ഇതിൻ്റെ വാല്യൂ 6 raised to n എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ XYZ എന്നിരിക്കട്ടെ. അപ്പോൾ ഇത് വൺസിൻ്റെ പ്ലേസിൽ കിടക്കുന്ന വാല്യൂ അല്ലേ? അപ്പോൾ ഇത് 0 ആകാൻ ചാൻസ് ഉണ്ടോ ഫോർ പർട്ടിക്കുലർ n? ഏതെങ്കിലും ഒരു n-ൽ എന്താണ് 6 raised to n എടുക്കുമ്പോൾ അതിൻ്റെ വൺസിൻ്റെ പ്ലേസ് 0 ആകാൻ ചാൻസ് ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 6നെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? 6നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2ൽ 3, ഇനി ഫർദർ പോകത്തില്ല. 6നെ നമുക്ക് 2 into 3 എന്ന് എഴുതാം. അപ്പോൾ 6 raised to n നമുക്ക് എങ്ങനെ എഴുതാം? 2 into 3 whole raised to n എന്നേ എഴുതാൻ പറ്റത്തുള്ളൂ. ഇവിടെ എവിടെയെങ്കിലും 5 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 0 വരണം എന്നുണ്ടെങ്കിൽ പ്രൈം ഫാക്ടേഴ്സിൽ 5 വരണം. ഇവിടെ പ്രൈം ഫാക്ടേഴ്സിൽ 5 ഉണ്ടോ? 5 ഇല്ല. 5 വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? 5 വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്? 6 raised to n can end with digit 0 എന്ന് പറയാം. ഇവിടെ പ്രൈം ഫാക്ടേഴ്സ് 2ഉം 3യേ ഉള്ളൂ. അതുകൊണ്ട് എന്താ ഒരു എന്നിലും എന്ത് വരത്തില്ല? ഈ 6 raised to n-ൻ്റെ വാല്യൂ എൻഡ് ചെയ്യുന്നത് 0യിൽ വരത്തില്ല. ഓക്കെ, നമുക്കത് തിയറി ആയിട്ടൊന്ന് എഴുതാം. ടീച്ചർ എഴുതി തരാം. ഇഫ് ദ നമ്പർ 6 raised to n for any natural number, നമ്പർ n. അപ്പോൾ n എന്ന് പറയുമ്പോഴത്തേക്ക് n equal to 1 വരാം. n equal to 1 വരുമ്പോൾ 6 raised to 1 which is equal to 6. n equal to 2 വരാം. 6 square equal to
36. അതുപോലെ 3 വരാം. 6 ക്യൂബ് ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 6. ഓക്കെ, 36 ഇൻറ്റു 6 ഇങ്ങനെ പോകും. ഓക്കെ, അങ്ങനെ ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു എന്നിൽ, അതായത് എന്നിൽ നമ്മൾ എഴുതുമ്പോൾ 6n എഴുതുമ്പോൾ അത് എൻഡ് ചെയ്യുന്നത് 0-ലാകുമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആകില്ല എന്നാണ് ആൻസർ നമുക്ക് കിട്ടിയേക്കുന്നത്. കാരണം ആകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സിനകത്ത് 5 വരണം. 5 വന്നാൽ മാത്രമേ അത് എൻഡ് ചെയ്യത്തുള്ളൂ. 6n എടുക്കുമ്പോൾ 0-ൽ എൻഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, നമ്പർ എനി നാച്ചുറൽ നമ്പർ n ends with the digit 0, with the digit 0, then it is divisible by 5. Then it is divisible by 5. That is, and the meaning in that is the prime factorization. The prime factorization of in the 6n contains the prime 5. പ്രൈം എന്ത് വേണം? 5 ഉണ്ടെങ്കിൽ മാത്രമേ 5 കൊണ്ട് ഡിവിസിബിൾ ആകത്തുള്ളൂ, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് 6ൻ്റെ എടുത്തപ്പോൾ 2ഉം 3ഉം മാത്രമേ ഉള്ളൂ അല്ലേ? ആണല്ലോ. സോ ദർ ഇസ് നോ നാച്ചുറൽ നമ്പർ. സോ ഹിയർ that is not possible. That is not possible because എന്തുകൊണ്ടാണ് പോസിബിൾ അല്ലാത്തത്? ബിക്കോസ് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് in the 6n equal to 2 into 3 whole raised to n, which is equal to 2 raised to n into 3 raised to n. So the only primes in the factorization of 6 raised to n are 2 and 3. So there is no natural number. There is no natural number n for which 6 raised to n ends with digit 0. Ends with digit 0. Okay. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈ 7 into 11 into 13 plus 13 and 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5 are composite numbers. അപ്പോൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് അല്ലേ? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ക്യാൻ ബി expressed as say product of പ്രൈംസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ നമ്പേഴ്സിന് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് 7 into 11 into 13 plus 13. ഇതിനെ എന്തുകൊണ്ട് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നു? ഈ രണ്ട് ടേമിലും 13 കോമൺ ആണ്, നമുക്കത് പുറത്തെടുക്കാം. 7 into 11 അപ്പോൾ ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 13. നിങ്ങൾക്ക് മനസ്സിലായോ? 13 ഞാൻ ഇതിന്ന് പുറത്തെടുക്കുമ്പോൾ എങ്ങനെ വരും? ഒന്നുകൂടി ടീച്ചർ എഴുതരാം, അപ്പം കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് രണ്ട് ടേംസ് ഉണ്ട്. ആ രണ്ട് ടേംസ് ഞാൻ 13 പുറത്തെടുക്കുക. 13 ഇൻറ്റു ഇവിടെ 7 ആകും, ഇൻറ്റു അടുത്ത് 11 ആകും, ഇൻറ്റു ഇവിടെ 1 ഇൻറ്റു 13ൻ്റെ പ്ലേസിൽ 1 ആവും, പ്ലസ് 13 ഞാൻ ഈ ഒരു ബ്രാക്കറ്റിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴത്തേക്കും ഇവിടെ 1 വരും. അകത്തോട്ട് നമ്മൾ 13 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെയിം മേളത്തെ ഈ ഒരു എക്സ്പ്രഷൻ തന്നെ ആയിരിക്കും കിട്ടുക. 7 into 11 into 1 into 13 13 പ്ലസ് 1 into 13 13. സെയിം എക്സ്പ്രഷൻ തന്നെയാണ് കിട്ടുക അല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു
ഈക്വൽ ടു നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം 7 വിച്ച് ഈസ് ഈക്വൽ ടു 13 ഇൻറ്റു 7 ഇൻറ്റു 11 77 പ്ലസ് 1 ആണല്ലോ വിച്ച് ഈസ് ഈക്വൽ ടു 13 ഇൻറ്റു 78 13 ഇൻറ്റു 78 ഓക്കെ 13 ഇൻറ്റു 78 നമുക്ക് ഇങ്ങനെ എഴുതാം ഇനി 78 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം 78 ഈസ് ഈക്വൽ ടു 2ൽ പോകുമ്പോഴത്തേക്കും 3 2s are 6 റിമൈൻഡർ 1 1ഉം 8ഉം കമ്പൈൻ ചെയ്യുമ്പോൾ 18 9 2s are 18 അടുത്ത് 3 3s 1 3s are 3 3 3s are 3 3s are 9 ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം 13 ഇൻറ്റു 17 പകരം ഈ 17 പകരം നമുക്ക് എങ്ങനെ എഴുതാം 2 ഇൻറ്റു 3 ഇൻറ്റു 13 സോ വിച്ച് ഈസ് ഈക്വൽ ടു 13 ഇൻറ്റു 13 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 3 അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ അതായത് 7 ഇൻറ്റു 11 ഇൻറ്റു 13 പ്ലസ് 13 നമുക്ക് നമ്മൾ എങ്ങനെ എഴുതിയത് 13 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 3 പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ടേമിനെ എഴുതാൻ പറ്റി അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം 7 ഇൻറ്റു 11 ഇൻറ്റു 13 പ്ലസ് 13 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് പറയാം എന്തുകൊണ്ടാണ് അവയെ നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റി ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 5 എന്തുകൊണ്ട് കോമ്പോസിറ്റ് നമ്പർ ആകുന്നു അപ്പോൾ അത് നമുക്ക് ചെയ്തു നോക്കാം എന്താണ് 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 5 എന്തുകൊണ്ട് കോമ്പോസിറ്റ് നമ്പർ ആകുന്നു അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് ഇത്ര ഒരു ടേമാണ് ഇത് അടുത്ത ടേമാണ് അപ്പോൾ രണ്ടിലും എന്തുണ്ട് 5 കോമൺ ഉണ്ട് അപ്പോൾ 5നെ ഞാൻ പുറത്തേക്ക് എടുക്കുവാണേ അപ്പോൾ ഇവിടെ 7 ഇൻറ്റു 6 5 കിടന്ന പ്ലേസിൽ 1 വരും ഓക്കെ അപ്പോൾ 7 ഇൻറ്റു 6 ഇൻറ്റു അവിടെ 1 വരും 1 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 5 പുറത്തെടുത്തുകൊണ്ട് ഇവിടെ 1 വരും ഈ 5 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മേളത്തെ എക്സ്പ്രഷനെ കിട്ടത്തുള്ളൂ സോ വിച്ച് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 1 ഇൻറ്റു 1 എത്രയാടാ 1 അല്ലേ അപ്പോൾ 7 ഇൻറ്റു 6 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 1 ഇങ്ങനെ നമുക്ക് എഴുതാം ഇനി ഇത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും നമുക്ക് നോക്കാം 7 3 2s are 6 6 ഇൻറ്റു 4 24 ഓക്കെ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുക 7 ഇൻറ്റു 6 42 ഇൻറ്റു 4 ഇൻറ്റു 3 12 ഇൻറ്റു 2 24 4 2s are 8 4 4s are 16 ഓക്കെ 2 2s are 4 4 2s are 8 അടുത്ത് 8 6 plus 4 10 1 remainder 10 1 0 5 ഇൻറ്റു എത്ര കിട്ടും 1008 പ്ലസ് 1 ഓക്കെ 1008 നമുക്ക് എങ്ങനെ എഴുതാം 1008 പ്ലസ് 1ന് നമുക്ക് 1009 എന്ന് എഴുതാം അപ്പോൾ 5 ഇൻറ്റു 1009 ഓക്കെ 5 ഇൻറ്റു 1009 എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഓക്കെ ദെൻ ഇതൊരു പ്രൈം നമ്പറാണ് 1009 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ് 5 എന്ന് പറയുന്നത് വേറൊരു പ്രൈം നമ്പറാണ് കേട്ടോ സോ 7 ഇൻറ്റു നമുക്ക് എന്താ കിട്ടിയത് 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 5ന് നമുക്ക് എങ്ങനെ കിട്ടി 5 ഇൻറ്റു 1009 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത് സോ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് എന്ന് പറഞ്ഞിട്ട് കിട്ടി എന്താണ് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് അതുകൊണ്ട് ദ ഗിവൺ നമ്പർ അതുകൊണ്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തെന്ന് പറയാം ക്യാൻ ബി ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയാം സോ നമുക്ക് എങ്ങനെ എഴുതാം 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 5 എന്ന് പറയുന്നത് എന്താണ് കോമ്പോസിറ്റ് നമ്പറാണ് എന്താണ് കോമ്പോസിറ്റ് നമ്പർ എന്തുകൊണ്ട് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയാൻ പറ്റുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഇത്രയും ഒരു ടേമിന് നമുക്ക് രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നത് കൊണ്ടാണ് ഇതൊരു കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഓക്കെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദർ ഇസ് എ സർക്കുലർ പാത്ത് അറൗണ്ട് എ സ്പോർട്സ് ഫീൽഡ് ഒരു സ്പോർട്സ് ഫീൽഡ് ഉണ്ട്
സ്പോർട്സ് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കും, സ്പോർട്സ് ഫീൽഡ്. അപ്പോൾ ഇതിന് അറൗണ്ട് ആയിട്ട് ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. ഇതിന് അറൗണ്ട് ആയിട്ട് എന്തുണ്ട്? ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. ഒരു സർക്കുലർ പാത്ത്, ഒരു ഫീൽഡ് ഉണ്ട്, അതിനകത്തൊരു ഒരു സ്പോർട്സ് ഫീൽഡ് ഉണ്ട്, അതിന് അറൗണ്ട് ആയിട്ട് ഒരു സർക്കുലർ പാത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. സോണിയ ടേക്സ് 18 minutes ടു ഡ്രൈവ് 1 round ഓഫ് ദ ഫീൽഡ്. അപ്പോൾ സോണിയ എന്ത് ചെയ്തു? ഈ ഒരു ഫീൽഡ്, ഈ ഒരു സർക്കുലർ പാത്തിനെ കവർ ചെയ്യാനായിട്ട് എത്ര മിനിറ്റ് എടുത്തു? 18 മിനിറ്റ് എടുത്തു. സേ ഫോർ എക്സാമ്പിൾ, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ വരാൻ 18 മിനിറ്റ് എടുത്തു. വൈൽ രവി ടേക്സ് 12 minutes ഫോർ ദ സെയിം. രവി ആണെങ്കിലോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്താനായിട്ട് 12 മിനിറ്റ് ആണ് എടുത്തത്. സപ്പോസ് ദേ ബോത്ത് സ്റ്റാർട്ട് അറ്റ് ദ സെയിം പോയിന്റ് അറ്റ് ദ സെയിം ടൈം. സപ്പോസ് നമ്മൾ വിചാരിക്കുകയാണ് ഒരേ സമയത്ത് തന്നെ ഇവർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കാം. ആൻഡ് ഗോ ഇൻ ദ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിൽ അവർ പോവുകയാണ്. ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ്, എത്ര മിനിറ്റിന് ശേഷമായിരിക്കും ഇവർ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ LCM എടുത്താൽ മതിയാവും. ഓക്കെ, മനസ്സിലായോ? സോ അവർ മീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇനി അവർ മീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ LCM of 18 and 12 ചെയ്താൽ മതിയാവും. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 18 and 12 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. 18 മിനിറ്റ് കൊണ്ടാണ് സോണിയ ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രവി ആണെങ്കിൽ 12 മിനിറ്റ് ഉണ്ട്. അവർ രണ്ടുപേരും ഒരേ സമയത്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരിച്ചെത്താനായിട്ട് എത്ര സമയം എടുക്കും, എത്ര ടൈം കൊണ്ട് അവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വീണ്ടും മീറ്റ് ചെയ്യുന്നുള്ളതാണ്. സോ ഇറ്റ്സ് നത്തിങ് ബട്ട് LCM of 18 and 12 എടുക്കുക കേട്ടോ. അപ്പോൾ 12ൻ്റെയും 18ൻ്റെയും LCM നമുക്ക് എടുക്കാം. 18 എന്ന് പറയുന്നത് അത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 3ൽ 6 ടൈംസ് ആണ്, അഗെയിൻ 3ൽ 2 ടൈംസ്. 12ന് നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? 2ൽ 6 ടൈംസ്, അഗെയിൻ 2ൽ 3 ടൈംസ്. അപ്പോൾ നമുക്ക് 18 നമുക്ക് എങ്ങനെ എഴുതാം? 3 square into 2 raised to 1. 12ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 square into 3 raised to 1. സോ വാട്ട് ഈസ് LCM? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് വരുന്ന പ്രൈം ഫാക്ടേഴ്സിൻ്റെ ഹയസ്റ്റ് പവർ വരുന്ന പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ്. ഇവിടെ ഇപ്പോൾ 3 ഉണ്ടല്ലേ, 3ൻ്റെ ഹയസ്റ്റ് പവർ 3 സ്ക്വയർ, 2 ഉണ്ട്, 2ൻ്റെ ഹയസ്റ്റ് പവർ 2 സ്ക്വയർ ആണ്. അപ്പോൾ 3 സ്ക്വയർ 9, 2 സ്ക്വയർ 4, 9 into 4 എത്രയാണ്? 36. അതിൻ്റെ അർത്ഥം സോണിയ ആൻഡ് രവി വിൽ മീറ്റ് എഗൈൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആഫ്റ്റർ 36 മിനിറ്റ് കേട്ടോ. അപ്പോൾ 36 മിനിറ്റിന് ശേഷമായിരിക്കും അവർ വീണ്ടും മീറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് വിച്ച് ഇംപ്ലൈസ് സോണിയ ആൻഡ് രവി will meet again at the starting point after 36 minutes. 36 മിനിറ്റ്സിന് ശേഷമായിരിക്കും അവർ മീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ നമ്മുടെ എക്സസൈസ് 1.1 ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സസൈസ് നിങ്ങൾ നല്ലപോലെ ചെയ്ത് പഠിക്കുക. ഇനി ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതിയാവും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.